8 habits that damage your brain and your child's brain. നമ്മൾ മാത്രമല്ല, നമ്മളുടെ പല പല ശീലങ്ങൾ കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെയും ആ ഒരു ബ്രെയിനെ ഡാമേജ് ചെയ്തേക്കാവുന്ന കുറച്ച് ഹാബിറ്റ്സ് നോക്കാം. നമ്പർ 1 ഇസ് പുവർ സ്ലീപ്പിംഗ് ഹാബിറ്റ്സ്. അത് ഓട്ടോമാറ്റിക്കലി അച്ഛനും അമ്മയും ആ ഒരു സ്ലീപ്പിംഗ് ഹാബിറ്റിൻ്റെ പാറ്റേൺ മാറി മാറി ഇരിക്കുകയാണെങ്കിൽ കുട്ടിക്കും അത് വരും എന്നുള്ളത് ഉറപ്പാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചില ദിവസങ്ങളിൽ 10:30, ചില ദിവസങ്ങളിൽ 8 മണിക്ക്, ചില ദിവസങ്ങളിൽ 7:30, ചില ദിവസങ്ങളിൽ 11:30 പാടില്ല. ഒരു 10-15 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമില്ല. പക്ഷേ പ്ലീസ് മേക്ക് ഷുവർ യു ഫോളോ എ പ്രോപ്പർ സ്ലീപ്പിംഗ് ഹാബിറ്റ്. ഇത് കുഞ്ഞിൻ്റെ ആ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നമ്മുടെ കുഞ്ഞിന് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, ഈ കാര്യങ്ങളെല്ലാം നമുക്കാണ് അപ്ലിക്കബിൾ കൂടുതലും. പ്രത്യേകിച്ചും ഒരു 35 വയസ്സിന് ശേഷം ഒരുപാട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശീലത്തിൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് വരുന്നത്. ദിസ് വിൽ ഡെഫിനറ്റ്ലി ഡാമേജ് യുവർ ബ്രെയിൻ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ചോദിക്കും, രാത്രിയിലാണ് വർക്കെങ്കിൽ എന്ത് ചെയ്യാം? ഓക്കെ, രാത്രിയിലാണെങ്കിൽ തന്നെ നിങ്ങളുടെ ആ ഒരു പാറ്റേൺ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ രാവിലെ നിങ്ങളിപ്പോൾ വർക്ക് കഴിഞ്ഞ് വരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ ചോദിച്ചതാണ്, എൻ്റെ വർക്ക് ഷിഫ്റ്റ് എല്ലാം നൈറ്റാണ്, അപ്പോൾ എന്നാ ചെയ്യാൻ പറ്റുക? അങ്ങനെ ആകുമ്പോൾ നമ്മളതിൽ ഹെൽപ്ലെസ് ആണ്. പക്ഷേ എന്നാൽ പോലും രാവിലെ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്കിപ്പം ഡേ ഷിഫ്റ്റ് തന്നെയാണെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ യു ഫോളോ എ പ്രോപ്പർ സ്ലീപ്പിംഗ് പാറ്റേൺ. ഓക്കെ. നമ്പർ 2, ടു മച്ച് ഓഫ് ഡാർക്ക്നെസ്. അതായത് ഇപ്പം ചില ആൾക്കാരുടെ മുറിയിൽ അവരിയ്ക്കുന്ന സ്പേസ് എന്ന് പറഞ്ഞാൽ അധികം വെളിച്ചമില്ലാതെ ഒരു ഇടുങ്ങിയ ഇതായിരിക്കും. ഈ ഒരു കാര്യമുണ്ട്, പ്രോപ്പറായിട്ടുള്ള സൺലൈറ്റ് ഇല്ലാത്തത്, കറക്റ്റായിട്ടുള്ള വെളിച്ചമില്ലാത്തത് നമ്മുടെ ബ്രെയിനിനെ ഡാമേജ് ചെയ്യാനൊരു പ്രധാനപ്പെട്ട കാരണമാകുന്നു. നമ്പർ 3, ലാക്ക് ഓഫ് ഫിസിക്കൽ എക്സസൈസ്. അതായത് എപ്പോഴും എല്ലാവർക്കും ജോലിയാണ്, എല്ലാവരും എന്തെങ്കിലും ഒരു തരത്തിൽ, കുഞ്ഞുങ്ങളാണെങ്കിലും വലിയവരാണെങ്കിലും ദേ ആർ ഓൾവേസ് ഡ്രിവൺ ബൈ സംതിങ് ഓർ ദി അതർ, ഒന്നീ പഠിത്തം അല്ലെങ്കിൽ വർക്ക്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ സാധാരണ ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ച് റെക്രിയേഷൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ഇവർക്ക് സ്ക്രീൻ കൊടുക്കും അല്ലെങ്കിൽ TV കൊടുക്കും. ഇല്ലെങ്കിൽ എന്താ ചെറുതായിട്ടൊന്ന് വെള്ളം നനയ്ക്കൂ അല്ലെങ്കിൽ അത് ചെയ്തു കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാത്രം. പക്ഷേ ഇതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ഫിസിക്കൽ എക്സസൈസ് വരുന്നില്ല. ഇപ്പോൾ ഞാനിപ്പം എൻ്റെ മക്കൾക്ക് ആഴ്ചയിൽ 3 ദിവസത്തോളം ഇവർക്ക് 2 ദിവസത്തോളം കുൻഫു ഉണ്ട്, ഒരു ദിവസം ഇവർക്ക് സ്വിമ്മിംഗ് ഉണ്ട്, ഒരു ദിവസം ഞാൻ എല്ലാ ദിവസവും ഇവർക്ക് സൈക്ലിംഗ് ഉണ്ട് 1 അര മണിക്കൂർ. ഞാൻ മസ്റ്റായിട്ട് ഇത് ചെയ്യിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അത്രയും ഫിസിക്കലി അവരൊന്ന് ആക്റ്റീവ് ആയിക്കോട്ടേ എന്ന് ഓർത്തിട്ടാണ്. ഇതുകൂടാണ്ട് മിക്ക ദിവസങ്ങളിലും പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയിൽ ഇവരുടെ അച്ഛൻ്റെ കൂടെ ഞാൻ നടക്കാൻ വിടാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കും ഞാനും അത് കഴിഞ്ഞിട്ട് എൻ്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടാണ് ഞാനും സാധാരണ നടക്കാൻ പറ്റുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ ഐ മേക്ക് ഷുവർ ഐ റിലീസ് ഔട്ട് മൈ എനർജി. ആ ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റ് ആൻഡ് എക്സർഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ അത് നമ്മുടെ തന്നെ ബ്രെയിനെ ഡാമേജ് ചെയ്യാൻ ഒരു കാരണമായി മാറുന്നു. പ്ലീസ് ടേക്ക് കെയർ. നെക്സ്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൺസ്യൂമിങ് ടു മച്ച് ഓഫ് നെഗറ്റീവ് ന്യൂസ്. അതായത് ഇപ്പോൾ സാധാരണ നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ തന്നെ കാണുന്നത്, ഇപ്പോൾ പേപ്പർ തുറക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ ഞാൻ എടുത്ത് നോക്കും എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടോ എന്ന്. പക്ഷേ തുറക്കുമ്പോൾ തന്നെ കാണുന്നത് മുഴുവൻ നെഗറ്റീവാണ്. അപ്പം ഞാൻ സാധാരണ ഇപ്പോൾ അങ്ങനത്തെ പേജസ് ഒന്നും നോക്കാണ്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബാക്കിലത്തെ പേജസൊക്കെയാണ് ഇപ്പോൾ ആദ്യം നോക്കുന്നത്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് നെഗറ്റീവ് ന്യൂസ് സ്റ്റഫ്ഡ് ആണ്. സോഷ്യൽ മീഡിയ എടുത്താലും അതെ, നമ്മുടെ പേപ്പർ എടുത്താലും അതെ, എവിടെ ആണെങ്കിലും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ന്യൂസ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതും നമ്മുടെ ബ്രെയിനിനെ ഡാമേജ് ചെയ്യാൻ ഒരു കാരണമായിട്ട് മാറുന്നുണ്ട്. അപ്പം അത് നമുക്ക് നോക്കാണ്ടിരിക്കാൻ പറ്റില്ല, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ആ ലൈഫ്. പക്ഷേ എന്നാലും ഒരുപാട് നിങ്ങളത് എഫക്റ്റ് ചെയ്യുന്നു, നിങ്ങളതിൽ പെട്ടു പോകുന്നു എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് മാറുന്നത് നന്നാവും കേട്ടോ. നെക്സ്റ്റ് ഇസ് സോഷ്യൽ ഐസൊലേഷൻ. അയ്യോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണ ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെ അടുത്ത് ഇപ്പം മീറ്റ് ടൈമിൻ്റെ ഒരു കാര്യമൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കാറുണ്ട് ഇവരുടെ അടുത്ത്, നിങ്ങൾക്കായിട്ടുള്ളൊരു സമയം കണ്ടെത്താറുണ്ടോ? അപ്പം അവർ പറയും അതിനൊന്നും സമയം കിട്ടാറില്ല. എപ്പോഴും ആൾക്കാരുടെ, ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും വീട്ടുകാരുടെ കാര്യത്തിലാണെങ്കിലും എപ്പോഴും എനിക്കങ്ങ് തിരക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങളിങ്ങനെ എല്ലാവരുടെയും ഇടയ്ക്ക് നിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു എനർജി ഗെയിനിങ് ഫാക്ടറായിട്ട് മാറുന്നത്. ഈ ഐസൊലേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ടല്ലോ, ഒറ്റയ്ക്ക് നിൽക്കുന്നത്, ഇത് നമ്മുടെ ബ്രെയിനിനെ യഥാർത്ഥത്തിൽ ഡാമേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ എൻഗേജ്ഡ് ആകുമ്പോൾ, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെയൊക്കെ കൂടെ നിൽക്കുമ്പോൾ നമ്മൾ ടയേർഡാവും, അത് വാസ്തവം തന്നെയാണ്. പക്ഷേ ഒരു തരത്തിൽ നമ്മളുടെ ബ്രെയിനിനെ അത് ഇൻട്രാക്റ്റീവ് ആക്കിക്കൊണ്ടിരിക്കുക, നമ്മുടെ ബ്രെയിനത് നല്ലതാണ്. ഈ ഐസൊലേഷനാണ് യഥാർത്ഥത്തിൽ ബ്രെയിനിനെ ഡാമേജ് ചെയ്യുന്നതെന്ന് പറയും. ഇങ്ങനെ എൻഗേജ്ഡ് ആവുന്ന ബീങ് വിത്ത് പീപ്പിൾ ഇസ് ആക്ച്വലി ഗുഡ് ഫോർ ബ്രെയിൻ. അപ്പം ഒരുപാട് നിങ്ങളങ്ങ് ഐസൊലേറ്റഡ് ആവുകയാണ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ, ഒറ്റപ്പെട്ട് നിൽക്കുകയാണെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ, ഒരു ഗ്യാതറിങ്ങിന് മറ്റുള്ളവരുടെ അറ്റ്ലീസ്റ്റ് ഒരു മോളിലെങ്കിലും ഒന്ന് നടന്ന് പല ആൾക്കാരെയും ഒന്ന് കണ്ട് ഒന്ന് എനർജൈസ്ഡ് ആവാനൊന്ന് നോക്കുക. ദിസ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു ഇൻ റിജുവിനേഷൻ കേട്ടോ. ലാസ്റ്റ് 2 പോയിന്റ് ഞാൻ ഒരുമിച്ച് പറയാം. 1 ഇസ്
യൂസിങ് യുവർ സ്ക്രീൻ ടൈം ടു മച്ച് ഓഫ് സ്ക്രീൻ ടൈം ആൻഡ് യൂസിങ് യുവർ ഹെഡ്ഫോൺ അലോട്ട്. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ബ്രെയിനെ ഡാമേജ് ചെയ്യാനുള്ളൊരു കാരണമായിട്ട് മാറുന്നുണ്ട്. സ്ക്രീൻ ടൈം എന്നാന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു 60% ഓഫ് ദ പോപ്പുലേഷൻ വർക്ക് ചെയ്യുന്നത് ഈ സ്ക്രീനിൽ തന്നെയാണ്. അത് കഴിഞ്ഞ് വന്നിട്ടും നമ്മളൊരു റിലാക്സേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്നത് വീണ്ടും സ്ക്രീനാണ്. ദിസ് ഇസ് ആക്ച്വലി നോട്ട് ഗുഡ്. അത് നമ്മളുടെ ബ്രെയിനെ ഡാമേജ് ചെയ്യാനൊരു കാരണമാകുന്നു. അപ്പം ദയവീത് നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു ഡീടോക്സിഫിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് അതിനടുത്ത് നിന്നും മാറി അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 hours ഈ സ്ക്രീനിൽ നിന്നേ മാറി നിങ്ങളിലൊന്ന് ഫോക്കസ് ചെയ്ത് വേറെ പല കാര്യത്തിലേക്ക് നീങ്ങുന്നത് ഒരുപാട് നന്നായിരിക്കും. ആൻഡ് ലാസ്റ്റ്, യൂസിങ് എ ഹെഡ്ഫോൺസ് വളരെ വലിയൊരു വോളിയത്തിൽ വെച്ച് കേൾക്കുക. അപ്പം കഴിഞ്ഞ തവണ എനിക്കൊരു സൗണ്ട് എഞ്ചിനീയർ കുട്ടി ചെന്നൈയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്നു വെച്ചാൽ അവന് ഫിസിക്കലായിട്ടുള്ള ഇഷ്യൂസിനെക്കാട്ടി കൂടുതൽ മൈൻഡ് ഇഷ്യൂസാണ്. എന്ന് വെച്ചാൽ ഇവന് ഈ വോയിസിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടി എപ്പോഴും ഇതിങ്ങനെ വെച്ച് അതിൽ നിന്ന് ആളിന് മാറാനും വയ്യ. എന്നാൽ അത് കാരണം ഒരുപാട് പ്രോബ്ലംസ്. നമ്മൾ ആക്ച്വലി അതിനൊരു പാഷൻ എന്നുള്ള രീതിയിലാണ് വെക്കുന്നത്, കേൾക്കാനാണ് വെക്കുന്നത്. പക്ഷെ അത് നമുക്ക് തന്നെ ഒരു പ്രശ്നമായി മാറും. ഓക്കെ, ഇത് കൂടാതെ തന്നെ ഒരുപാട് വേറെയും ഹാബിറ്റ്സ് ഉണ്ട്. അത് നമുക്കൊരു നെക്സ്റ്റ് വോള്യൂത്തിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫോർ യു ആൻഡ് ഫോർ യുവർ ചൈൽഡ്. ടേക്ക് കെയർ.